നിങ്ങളൊരു മൂളല് കേട്ടോ. ചില സമയത്ത് ഈ കിണറ്റിൽ ഒരു മൂളല് കേൾക്കാം. മൂളിപ്പാട്ടും പാടിക്കൊണ്ട് എങ്ങോട്ടാ? ഞാൻ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നു. ഈ പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടേ വെള്ളമില്ലാതെ അവിടെ നിന്ന് കഥകളി കാണിച്ച ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാൻ വരത്തില്ല. പൈപ്പ് വെള്ളം ഇല്ലയോ? ആ, പൈപ്പ് വെള്ളമില്ല. മോട്ടർ വെള്ളം അടിച്ചില്ലയോ? മോട്ടർ അടിച്ചത്, പക്ഷെ പൈപ്പ് വെള്ളം കയറുന്നില്ല. കിണറ്റിൽ വെള്ളം ഉണ്ടോ ഇനി? നോക്കട്ടെ. അതങ്ങനെ പാതാളം പോയി കിണർ കുഴിച്ച് വെച്ചിട്ട് ഒന്നും കാണുകയും ചെയ്യുന്നില്ല. ചേട്ടാ, ഈ വെള്ളം പറ്റാനുള്ള ഉണക്കായിട്ടും ഇല്ലല്ലോ. ഒരു 4 തൊടിയും കൂടെ താഴ്ത്തായിരുന്നു വെള്ളം ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. ഏടെ ഒരു 10 അടിയും കൂടെ താക്കുവാണെങ്കിൽ അമേരിക്കക്കാർ നമ്മുടെ പേര് കേസ് കൊടുക്കും. എന്തിന്? അമേരിക്ക നുഴഞ്ഞു കയറിയാൽ. എടി, ഈ ഭൂമിയുടെ അങ്ങേ വശം അമേരിക്ക ഇല്ലേ, നേരെ ഓപ്പോസിറ്റ്. ഇത് കുഴിച്ചാൽ ഇപ്പോൾ അവിടെ ചെല്ലും. നിങ്ങളൊരു മൂളല് കേട്ടോ. മൂളലോ? ചില സമയത്ത് ഈ കിണറ്റിൽ ഒരു മൂളല് കേൾക്കാം. ആരണ്ട് കൈകാലിട്ടടിക്കുന്ന പോലെ സൗണ്ട്. നീ കേട്ടിട്ടുണ്ടോ? പിന്നെ ഇന്ന് രാവിലെയും കൂടെ കേട്ടാ ഞാൻ. സംഭവം എന്തുവാന്ന് അറിയാമോ? എന്തുവാ അല്ലേ സംഭവം? താഴത്തെ ബേബി ചേച്ചിയാ പറഞ്ഞേ. പണ്ട് ഈ വീട്ടിൽ വാടകയ്ക്ക് ആവശ്യം ഒരു അമ്മൂമ്മ ഈ കിണറ്റ് വീണാ മരിച്ച്. അത് വെള്ളം കിട്ടാതെ. കിണറ്റ് വീണിട്ട് വെള്ളം കിട്ടാൻ മരിച്ചെന്നോ? അടുത്ത വേനൽ സമയമായിരുന്നു, ഒരു തുള്ളി വെള്ളം ഇല്ലായിരുന്നു. അപ്പൊ എന്നാ നമ്മൾ ഇതെന്തു ആവശ്യം? ഇതേ മരുന്നടയിൽ പൂജിച്ചുകൊണ്ടത് ഭസ്മ. ഞാൻ ഇതുകൊണ്ടൊക്കെ അല്ലേ പിടിച്ചിരിക്കുന്നത്. ചുമ്മാ ഓരോ അന്ധവിശ്വാസം പറയാതെ രേഷ്മേ. അന്ന് ഈ മോട്ടർ കൊണ്ടുവച്ചപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കിണറ്റിന്റെ മോള് വെച്ച് വെള്ളം പിടിച്ചാൽ മതി. അത് പറ്റത്തില്ല, വെള്ളത്തിന് അടി വെച്ചാലേ പറ്റത്തുള്ളൂ. എൻ്റെ രേഷ്മ, ഇത് വെള്ളത്തിന് അടിയിലിടുന്ന മോട്ടറാ. ഈ മോട്ടർ വെള്ളത്തിന് അടിയിൽ കിടന്ന് വർക്ക് ചെയ്യുമ്പോഴേ ആ മുത്തശ്ശിയുടെ ആത്മാവ് അവിടെ കിടന്ന് വയലന്റ് ആവും. അങ്ങനെ ഈ മോട്ടർ എല്ലാം കേടാവുന്നേ. നീ ആ മോട്ടർ എന്താ പ്രകാശനെ ഒന്ന് വിളിച്ചേ? ഞാൻ പ്രകാശനെ വിളിച്ചായിരുന്നു. ഈ മോട്ടർ ശരിയാക്കാൻ മേലെ ഇനി പുള്ളിയെ വിളിച്ചേക്കാന്നാ പറഞ്ഞത്. വേണമെങ്കിൽ പുള്ളി കയ്യിൽ നിന്ന് കാശിട്ടൊരു മോട്ടർ മേടിച്ചു തരാന്ന്. പൈപ്പിൽ വെള്ളം ഇല്ലയോ? മോട്ടർ അടിച്ചില്ലയോ? ആത്മാവളെ തുടങ്ങി മൂളല് കേട്ടോ. ഇതാരാ മോട്ടർ ഇട്ടത്? അമ്മോ, ഈ മോട്ടർ ഓഫ് ആക്കാൻ. കിണറ്റിൽ വെള്ളമില്ലെന്ന് മോട്ടർ കത്തിപ്പോകുന്നു. പോയി കത്തിപ്പോയി. മോട്ടർ ഇട്ടായിരുന്നോ? രണ്ട് 3 പ്രാവശ്യം ഈ മോട്ടർ വൈൻഡ് ചെയ്തതാ. ചുമ്മാ ആണോ പ്രകാശ് പറഞ്ഞത്? ഈ കിണറ്റിൽ വെള്ളമില്ലെങ്കിൽ മോട്ടർ അടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? അവിടെ മുത്തശ്ശി ആത്മാവും തേങ്ങാ കൊലയും. ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇനിയിപ്പോ അമേരിക്കക്കാർ കേസ് കൊടുത്താലും വേണ്ടിയില്ല. അമേരിക്കക്കാർ കേസോ? 10 അടിയും കൂടെ താക്കാൻ പോകണത്.